ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീടുകളിലൊക്കെ സ്വിച്ച് ബോർഡിനുള്ളിൽ ഉറുമ്പ് കയറിയിട്ട് സ്വിച്ച് കംപ്ലൈൻറ്റ്, അതുപോലെ DVDയുടെ MCB കംപ്ലൈൻറ്റ്, വർക്കാവുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഈ മഴക്കാലത്താണ് കൂടുതൽ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ടിപ്പുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി ഉറുമ്പ് വരാത്ത രീതിയിൽ നമ്മൾ സ്വിച്ച് ബോർഡ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ടെക്നിക്കുണ്ട്. ടെക്നിക്കല്ലാതെ ഇലക്ട്രീഷ്യന്മാർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ശരിക്കും ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മളിവിടെ 2 8 മൊഡ്യൂൾ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. വീടുകളിൽ വെക്കുന്ന പോലെ തന്നെ 2 8 മൊഡ്യൂൾ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പും ഇതിലേക്ക് അടിയിലേക്ക് ഇറക്കിയിട്ട് കണ്ടോ. എന്നാലും പൈപ്പിൻ്റെ കൂടെ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ നമ്മളെ നോക്കൗട്ട് തട്ടിന് ശേഷം ഇവിടെ ഒരു അഡാപ്റ്റർ കണ്ടോ നിങ്ങൾ. 2 പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. 2 സൈഡിലും 2 പൈപ്പിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എൻ്റെ കയ്യിൽ കാണിച്ചത്. ഇതാണ് ഈ അഡാപ്റ്റർ. ഇതിങ്ങനെ എടുക്കാൻ കഴിയും. ഇതിവിടെ ഇതിലേക്ക് വെക്കും. അതിന് മുകളിൽ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ആക്കും. ഇതിന് ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് പൈപ്പ് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമുക്ക് ഈ നോക്കൗട്ടിൻ്റെ ഗ്യാപ്പിൽ സ്വിച്ച് ബോർഡിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഫുൾ ഫില്ലായിട്ടുണ്ടാവുക. ഉറുമ്പുകൾ അങ്ങനത്തെ ചെറിയ ഈ ചതലുകളൊന്നും വരാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടി, അതായത് കല്ലിൻ്റെ പൊടി, സിമെൻറ്റിൻ്റെ പൊടി ഒന്നും വരില്ല. അതുകൊണ്ട് ഉറുമ്പ് അങ്ങനത്തെ ശരീരങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇലക്ട്രീഷ്യന്മാർ പറയണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ പേരാണ് അഡാപ്റ്ററാണ്. 20 mm അഡാപ്റ്റർ ഉണ്ട്, അതുപോലെ 25 ഉണ്ട്. നമ്മൾ കോൺക്രീറ്റ് പൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള പല തരത്തിലുള്ള ഈ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടോ എന്നുള്ള പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 3MD മെറ്റൽ ബോക്സ് ഇട്ടിട്ടുണ്ട്. ലഗ്രാൻഡിൻ്റെ മെറ്റൽ ബോക്സ് ആണ്. ഈ ഒരു പരസ്യമാക്കിയിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ നോക്കൗട്ട് തട്ടിയിട്ട് ഇതാണ് നമ്മൾ അഡാപ്റ്റർ വെച്ചത്. ഇത് കണ്ടോ, ഇത് 2 പാർട്ടാണ്. ഇത് മുകളിലെ വശത്തിലേക്ക് വരുന്ന രീതിയിൽ കണ്ടോ ഞാൻ കണക്ട് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കണം. യെസ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റ് പൈപ്പിന് പകരം ഞാൻ ചെറിയൊരു പീസ് എടുത്താണ്. കണ്ടോ ഈ രീതിയിലാണ് അഡാപ്റ്റർ നമുക്ക് ഈ മെറ്റൽ ബോക്സിൽ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇതിൻ്റെ അടിയിലൂടെ നമുക്ക് ഉറുമ്പോ അങ്ങനത്തെ ചെതലുകളോ ഒന്നും വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ പുതിയ ഹൗസ് വയറിങ്, ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു അഡാപ്റ്ററിനെ യൂസ് ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് മാക്സിമം വെക്കാൻ തന്നെ ശ്രമിച്ചു. ഓക്കെ, ഇനി അടുത്ത ഇതുപോലുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ വർക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.